ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ ഏത്തപ്പഴം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് ആ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ളതൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഏത്തപ്പഴം ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിനി ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നത്. കൈകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്താലും മതി. ഇനി ഇതിൻ്റെ ആ നടുക്കുള്ള ആ ഒരു കറുത്ത സീഡ് ഉണ്ടല്ലോ, അതെടുത്ത് കളയാം. ഇത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ കളയുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട്. ഈ മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അപ്പോൾ കുറച്ച് മധുരത്തോടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർക്കുന്നുണ്ട്. ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഏത്തപ്പഴത്തിൽ നല്ല നനവുണ്ടാവും. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം മതി. അപ്പോൾ ഇതൊരു കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിനാണുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിനി ഞാനൊരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കൈ കൊണ്ട് റോൾ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതൊന്നുകൂടെ റോൾ ചെയ്ത് ഫിംഗറിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനി ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്ലെയിം കൂട്ടിയിടരുത്, ഒരു ലോ മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയ്ക്കായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് 2 സൈഡും ഒന്ന് നീക്കിയിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്